നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് നിലവിലെ പ്രസിഡന്റും ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയുമായ ജോ ബൈഡൻ പിന്മാറി. പാർട്ടിയുടെയും രാജ്യത്തിന്റെയും താൽപര്യത്തിനു വേണ്ടി താൻ പിന്മാറുന്നുവെന്ന് 81-കാരനായ അദ്ദേഹം ഞായറാഴ്ച പ്രഖ്യാപിച്ചു. ബംഗ്ലാദേശിനെ പിടിച്ചുകുലുക്കിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് കാരണമായ വിവാദ സംവരണ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. സർക്കാർ ജോലികളിൽ നിയമനം 93% മെറിറ്റ് അടിസ്ഥാനത്തിലാക്കണമെന്ന് പരമോന്നത കോടതി ഉത്തരവിട്ടു. വ്യാഴാഴ്ച രാത്രി ലീഡ്സിലുണ്ടായ കലാപത്തിന് കാരണമായ ചൈൽഡ് പ്രൊട്ടക്ഷൻ കേസുകളിൽ പരിഹാരത്തിനൊരുങ്ങുകയാണ് ലീഡ്സ് സിറ്റി കൗൺസിൽ. കലാപകാരികൾ ഒരു പോലീസ് വാഹനം തകർക്കുകയും ഒരു ഡബിൾ ഡെക്കർ ബസ്സിന് തീയിടുകയും ചെയ്തിരുന്നു. തെക്കൻ ചൈന കടലിന്റെ അവകാശവാദം സംബന്ധിച്ച് ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ പുതിയ കരാറിൽ ഒപ്പുവെച്ച് ചൈനയും ഫിലിപ്പീൻസും. ഇരു രാജ്യങ്ങളുടെയും ഉദ്യോഗസ്ഥർ തമ്മിൽ മനിലയിൽ നടത്തിയ നിരവധി കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് ഉടമ്പടിയിൽ എത്തിയത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറിയതോടെ എല്ലാ ശ്രദ്ധയും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിലേക്ക് നീളുകയാണ്. US വൈസ് പ്രസിഡന്റായ ആദ്യ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രോ ഇന്ത്യൻ അമേരിക്കൻ വനിതയാണ് കമലാ ഹാരിസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തിങ്കളാഴ്ച തുടങ്ങാനിരിക്കെ പാർലമെന്റിലും ചെങ്കോട്ട മേഖലയിലും ബോംബ് സ്ഫോടനം നടത്തുമെന്ന ഭീഷണി സന്ദേശവുമായി ഖാലിസ്ഥാൻ തീവ്രവാദികളെന്ന് അവകാശപ്പെടുന്ന സംഘം. CPM രാജ്യസഭാ എംപിമാരായ V ശിവദാസനും AA റഹീമിനുമാണ് ഞായറാഴ്ച രാത്രി വൈകി സിക്ക് ഫോർ ജസ്റ്റിസിന്റെ പേരിലുള്ള സന്ദേശം ലഭിച്ചത്. വൻ ജനകീയ പ്രക്ഷോഭത്തിന് വേദിയാകുന്ന ബംഗ്ലാദേശിൽ നിന്ന് അഭയം തേടിയെത്തുന്നവർക്കായി സംസ്ഥാനം വാതിൽ തുറന്നിടുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. UN അഭയാർത്ഥി പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിസ്സഹായരായവർക്ക് ആശ്രയം നൽകാനുള്ള തീരുമാനമെന്ന് മമത വ്യക്തമാക്കി. മലപ്പുറത്ത് നിപ്പ ബാധിച്ച് മരണമടഞ്ഞ കുട്ടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരാഞ്ജലികൾ അർപ്പിച്ചു. കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടകയിലെ ഷിരൂർ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ട് 7 ദിവസം. ഞായറാഴ്ച മുതൽ സൈന്യത്തിന്റെ മേൽനോട്ടത്തിലാണ് രക്ഷാദൗത്യം. പാരീസ് ഒളിമ്പിക്സ് 2024 ഉദ്ഘാടന ചടങ്ങിനായി കായിക പ്രേമികൾ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഈ വർഷത്തെ ഒളിമ്പിക്സ് ഗെയിംസ് ജൂലൈ 26 വെള്ളിയാഴ്ച ഔദ്യോഗികമായി ആരംഭിക്കും. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.